നമസ്കാരം. രാജ്യം മുഴുവൻ കലാപത്തിനായിട്ടുള്ള ആഹ്വാനം നടത്തിയിരിക്കുകയാണ് നമ്മുടെ ദീദി എന്ന് പറയുന്ന മമതാ ബാനർജി. ബംഗാളിൽ ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ബംഗാളിൽ മമതാ ബാനർജിയുടെ കസേരയുടെ ഇളക്കമല്ല, കസേര അടിച്ചു പോകുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നിർഭയ 2 പ്രക്ഷോഭമാണ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ആണെങ്കിൽ മിണ്ടുന്നില്ല, വായിൽ ഞാൻ ഒന്നും പറയാനില്ല. രാഹുൽ ഗാന്ധി മിണ്ടുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ അടുത്തോട്ട് ആരെങ്കിലും മൈക്ക് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഇറങ്ങി വന്നത് എവിടെ നിന്നാണ്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കും എന്ന് പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി ഞാനിപ്പം നിൽക്കുന്ന പരിപാടി നീ കണ്ടില്ലേടേ, അപ്പോൾ നിങ്ങൾ എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഒന്നുമില്ലെങ്കിലും ഞാനൊരു പ്രതിപക്ഷ നേതാവല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇത്തരത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ മുഖം കണ്ടിട്ടില്ലല്ലോ. കാണണമെങ്കിൽ 2014 മുമ്പുള്ള ആ ഒരു UPA ഗവൺമെന്റിന്റെ ഭരണത്തിലേക്ക് പോകണം. സുഖലോലുപനായിരുന്ന രാഹുൽ ഗാന്ധി ഇപ്പൊ ജനങ്ങളെ പറ്റിക്കാനായിട്ട് അണ്ടർവെയറിലൂടെ കൈയിട്ട് കണ്ട പൊത്ത സാധനമാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറയും. പക്ഷെ 2014 മുമ്പ് രാഹുൽ ഗാന്ധിയെ വെളിയിൽ കാണാൻ സാധിച്ചോ? ഇല്ല. ജനങ്ങളെ ഇത്രയധികം സേവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 2014 തൊട്ട് അങ്ങോട്ട് പിറകിൽ 2004 വരെ UPA സർക്കാരാണ് ഭരിച്ചത്. എന്തോ ഒരു അഴിമതിയായിരുന്ന സമയത്ത് നടന്നത്, ഒരു വാക്ക് മിണ്ടിയില്ല. അപ്പോൾ നിർഭയ 2 എന്ന് പറയുന്ന പ്രക്ഷോഭം വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി ഒരു പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവന ഇറക്കുക മാത്രമല്ല, അതിന് പിന്നാലെ വലിയ രീതിയിലുള്ളൊരു സംഭവം ബംഗ്ലാദേശിൽ നടന്നിട്ടുണ്ട്. മമതാ ബാനർജി ഈ പ്രസ്താവന ഇറക്കി കഴിഞ്ഞ ശേഷം ബംഗ്ലാദേശ് അവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഭീകര സംഘടന അവരവിടെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നമുക്ക് വസന്തം. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് ചാനലുണ്ട്. ആ ചാനലിൻ്റെ പേരാണ് മീഡിയ ഫണ്ട്. അവന്മാരാണ് അഫ്ഗാനിസ്ഥാനിൽ അവിടെ താലിബാൻ കയറിയപ്പോൾ താലിബാൻ ഒരു വിസ്മയം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി തിരിച്ചു വരുന്നു എന്ന് കണ്ടപ്പോൾ അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ പുതുവസന്തം എന്നിങ്ങനെയാണ്. ആടിച്ച ആലവന് തിരിക്കേണ്ട കേസാണ് എന്നുള്ളത് വേറൊരു കാര്യം. ഇതിനെയൊക്കെ നിരോധിക്കാൻ ഇവിടെ ആരുമില്ല എന്ന് കേന്ദ്രത്തിന് നോക്കി ഇവിടെയുള്ള വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഈ മീഡിയ ഫണ്ട് എന്ന് പറയുന്ന ചാനലിൻ്റെ ലൈസൻസ് അമിത്ഷാ അങ്ങോട്ട് കട്ട് ചെയ്തത്. അപ്പോൾ അവന്മാർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സുപ്രീം കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ ഒരു ആപ്പ് അടിച്ച് വയ്ക്കുമ്പോൾ സുപ്രീം കോടതി ഉടനെ മനുഷ്യാവകാശമായിട്ട് രംഗത്ത് വരും. അങ്ങനെ മനുഷ്യാവകാശമായിട്ട് രംഗത്ത് വരുന്ന ഒരു സംഭവമാണ് സുപ്രീം കോടതി. സുപ്രീം കോടതി അത് മാത്രമല്ല, പട്ടാളത്തിനെതിരെ ഇന്ത്യൻ പട്ടാളത്തിനെതിരെ ഒരു ഹർജി സുപ്രീം കോടതിയിലോട്ട് പോയിരുന്നു. സുപ്രീം കോടതിയിൽ ഇന്ത്യൻ പട്ടാളത്തിനെതിരെ ഒരു ഹർജി പോയപ്പോൾ എന്തിനാണ് ഹർജി പോയത്? അവിടെ അങ്ങ് ചൈനയിലെ അതിർത്തിയിൽ ഇന്ത്യൻ പട്ടാളം നിർമ്മാണം നടത്തുന്നു, നമ്മുടെ ഡിഫൻസിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. അങ്ങനെ നടത്തിയപ്പോൾ ഏതോ ഒരു വേട്ടാവളിയെ, പിന്നെ ജനാധിപത്യ രാജ്യമായിട്ട് ഏത് മണ്ടനും അഭിപ്രായം പറയാം, ഇവൻ ഏതോ ഒരുത്തം കൊണ്ട് പൊതു താല്പര്യ ഹർജി കൊടുത്തു. എപ്പോൾ ഇത് സുപ്രീം കോടതി കണ്ട പാതി കാണാത്ത പാതി ഒരു സ്റ്റേ അങ്ങ് അടിച്ചു കൊടുത്തു. പട്ടാളത്തിൻ്റെ ഈ നിർമ്മാണ പ്രവർത്തനം നിർത്തണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം അബദ്ധം മനസ്സിലാക്കി ആ ഹർജി ഇങ്ങോട്ട് തിരിച്ചു വിളിച്ച് സ്റ്റേ പിൻവലിച്ച് ഈ കൊണ്ടുവന്നവന് പിഴ അടിച്ചു കൊടുത്തു സുപ്രീം കോടതി. അപ്പോൾ അങ്ങനെയാണ് സുപ്രീം കോടതിയുടെ പരിപാടി എന്ന് പറയുന്നത്. ഈ സ്റ്റേ ഉള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സുപ്രീം കോടതി മിക്കവാറും ഞാൻ മനസ്സിലാക്കുന്നത് വായിക്കാതെയാണോ സ്റ്റേ അടിച്ചു കൊടുക്കുന്നത്. സ്റ്റേ ഒരു എണ്ണം വന്നിട്ടുണ്ട്, എന്നാൽ സ്റ്റേ കൊടുത്തേരെ എന്ന് പറയുന്ന രീതിയിലാണോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും അങ്ങനെ സുപ്രീം കോടതിയിലോട്ട് മീഡിയ ഫണ്ട് പോയി യുവമാരുടെ നിരോധനം നീക്കി തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ വിടമാട്ടേ, അത് മനസ്സിൽ വെച്ചേനെ, അതിലോട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം ബംഗാളിൽ ദീദി പറഞ്ഞിരിക്കുന്നത് ബംഗാൾ നിങ്ങൾ കത്തിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ്. ആര്? BJPയും CPM കൂടെ. ഈ BJPയും CPM കൂടെ ആണോ ബംഗാളിൽ അവയവ കച്ചവടം നടത്തുന്നത്? മാഫിയ അവരാണോ ഈ യുവതിയെ, അതായത് ഈ പാവപ്പെട്ട ഈ ട്രെയിനി പെൺകുട്ടിയെ ജീവച്ഛവമാക്കി ബലാത്സംഗം ചെയ്തത്? ജീവച്ഛവമാക്കി എന്ന് പറഞ്ഞാൽ അവരുടെ ബലാത്സംഗം ചെയ്ത് ശരീരം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാക്കി. അവരാണോ അവിടെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചത്? അവരാണോ അവിടെ പ്രതിഷേധത്തിനായിട്ട് ആൾക്കാരെ തുറന്നു വിട്ടത്? ആ പ്രതിഷേധിക്കുന്ന ആൾക്കാർക്ക് നേരെ ആക്രമണം അഴിച്ചു വിട്ടത് അവരാണോ? അവിടെയുള്ള പ്രിൻസിപ്പാളിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് അവരാണോ? ഇതെല്ലാം നമ്മൾ നോക്കണം. 99% തെളിവുകൾ നശിപ്പിച്ച ശേഷം ബംഗ്ലാദേശിൽ ദീദി, ആരോഗ്യ വകുപ്പിൻ്റെ മന്ത്രിയാണ് ദീദി, ആഭ്യന്തര വകുപ്പും ദീദിയുടെ കയ്യിലാണ്, മുഖ്യമന്ത്രി വകുപ്പ് ദീദിയുടെ കയ്യിലാണ്. ആ ദീദി റോഡിൽ ഇറങ്ങി സമരം നടത്തുകയാണ്. പട്ടി ഷോ എന്ന് പറഞ്ഞാൽ വെറും പട്ടി ഷോ. അങ്ങനെ ദീദി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ സംരക്ഷണം കൊടുക്കേണ്ട ആരാണ്? ദീദി സമരത്തിലാണ്. സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞാൽ ആരടുത്താണ് ഈ പറയുന്നത്? ആർക്കും അറിഞ്ഞൂടെ. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. കഴിഞ്ഞ ദിവസം മമത പറഞ്ഞിരിക്കുന്നത്, റാലിയിൽ പറഞ്ഞിരിക്കുന്നത്, ബംഗാൾ നിങ്ങൾ കത്തിച്ചാൽ ഞാൻ വെറുതെ വിടില്ല, നോർത്ത് ഈസ്റ്റിനെ വെറുതെ വിടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ്, ഈ ബംഗ്ലാദേശിൽ കലാപം നടന്നത് തന്നെ നോർത്ത് ഈസ്റ്റ് അടർത്തിയെടുക്കാൻ ബംഗ്ലാദേശ് അമേരിക്കയുടെ കൂടെ നിന്നില്ല എന്നുള്ളൊരു നെറേറ്റീവിൻ്റെ പശ്ചാത്തലത്തിലാണ്. അത് ഷെയ്ഖ് ഹസീന സമ്മതിച്ച് തരുന്നുണ്ട്. കാരണം ബംഗ്ലാദേശിൽ അമേരിക്കയിൽ ഒരു എയർബേസ് വേണം, അത് ഞങ്ങൾ തരില്ല എന്ന് ബംഗ്ലാദേശിലുള്ള അവിടെയുള്ള നമ്മുടെ ഷെയ്ഖ് ഹസീന പറഞ്ഞു. പക്ഷേ
അമേരിക്കയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അമേരിക്ക അങ്ങനെ ബംഗ്ലാദേശിൽ കൂടെ കലാപം ഒഴിച്ചുവിട്ടു. അങ്ങനെ ബംഗ്ലാദേശ് നാമാവിശേഷമായി. നോർത്ത് ഈസ്റ്റ് അടർത്തിയെടുത്ത് ഇന്ത്യക്കെതിരെ തിരിച്ചു വയ്ക്കാനാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. ആ നോർത്ത് ഈസ്റ്റ് അടർത്തിയെടുക്കുന്നതിൻ്റെ പിറകിൽ വേറെ പല കാര്യങ്ങളുണ്ട്. കാരണം ഈ നോർത്ത് ഈസ്റ്റിൽ വലിയ വലിയ പദ്ധതികൾ ഇന്ത്യ നടപ്പിലാക്കുന്നുണ്ട്. അതൊക്കെ വമ്പൻ പദ്ധതികളാണ്. അത് ഞാൻ പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി നോക്കിയാൽ മനസ്സിലാവും നോർത്ത് ഈസ്റ്റിൽ ഇന്ത്യ നടപ്പാക്കുന്ന വമ്പൻ പദ്ധതികൾ എന്താണെന്ന്. പിന്നെ നമ്മുടെ ചിക്കൻ നെക്ക്, ആ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ആ സാധനം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഈസി ആയിട്ട് മറ്റ് രാജ്യങ്ങൾ വേറൊരു രാജ്യമാക്കാൻ പറ്റും. അവിടെ വലിയ ഇന്ത്യക്കെതിരെയുള്ള ഒരു രാജ്യം സൃഷ്ടിക്കാൻ പറ്റും. അപ്പുറത്ത് മ്യാൻമറും ഇപ്പുറത്ത് ബർമയും എല്ലാം കൂടെ ചേർത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. അതാണ് അമേരിക്കയുടെ ലക്ഷ്യം. കാരണം ഇന്ത്യ വളർന്നു വരാൻ പാടില്ല, ഒരു പൊളിറ്റിക്കൽ പവറായിട്ട് വളർന്നു വരാൻ പാടില്ല. സാമ്പത്തികപരമായിട്ട് വളർന്നോട്ടെ, നമുക്കൊരു വിഷയമുള്ള കാര്യമില്ല. പക്ഷേ പൊളിറ്റിക്കൽ പവറായിട്ട് വളരാൻ പാടില്ല. ഏഷ്യയിൽ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പവറായിട്ട് ഇന്ത്യ വളരാൻ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഏഷ്യയിൽ അമേരിക്കയുടെ ആ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടാൻ സമ്മതിക്കില്ല. സാമ്പത്തികമായിട്ട് വളർന്നോട്ടെ. പിന്നെ ചൈന, അവരെന്ത് വേണോ വളർന്നോട്ടെ. കാരണം അവിടെ ഒരു ഏകാധിപതിയാണല്ലോ ഇരിക്കുന്നത്. നാളെ അവൻ്റെ തൊണ്ടയെ കൂടെ ഉണ്ട കയറി അവൻ ചത്തുപോകും. വേറൊരു ഏകാധിപതി വരും. ആ ഏകാധിപതി മണ്ടനാണെങ്കിൽ ചൈന തകർന്ന് തരിപ്പണമായി താഴെ പോകും. അത് കൃത്യമായിട്ട് അമേരിക്ക. പക്ഷേ ഇന്ത്യയിൽ ഡെമോക്രസിയാണ്, അതുകൊണ്ട് അത് നടക്കില്ല എന്ന് അമേരിക്കയ്ക്ക് അറിയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ദീദി പറഞ്ഞിരിക്കുന്നത്, ബംഗാൾ നിങ്ങൾ കത്തിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഒഡീഷയെ വെറുതെ വിടില്ല, നോർത്ത് ഈസ്റ്റിനെ വെറുതെ വിടില്ല, ഉത്തർപ്രദേശിനെ വെറുതെ വിടില്ല, ആസാമിനെ വെറുതെ വിടില്ല, അങ്ങനെ ഒരു സംസ്ഥാനങ്ങളെയും ഞങ്ങൾ വെറുതെ വിടില്ല. ആരാണ് ഈ ഞങ്ങൾ? അതിനു മുമ്പേ മമതാ ബാനർജി ബംഗ്ലാദേശിനെ വാതോരാതെ പുകഴ്ത്തുന്നുണ്ടായിരുന്നു. വാതോരാതെ ബംഗാളും ബംഗ്ലാദേശും എന്ന് പറയുന്നത് വിഭിന്നമല്ല, രണ്ടും രണ്ട് രാജ്യങ്ങളാണെങ്കിൽ പോലും ബംഗ്ലാദേശുമായി അഭേദ്യമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനു പറയുന്നു? ന്യൂഡൽഹിയെ ഞങ്ങൾ വെറുതെ വിടില്ല, ആ കസേര ഞങ്ങൾ കത്തിക്കും എന്നാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ടും ഇവരെ കേസെടുത്ത് അകത്തിടാത്ത ആ ഒരു മനസ്സുണ്ടല്ലോ മോദിജി, നമിച്ചിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. പിന്നെ മമതാ ബാനർജി ഇത്രയും പറഞ്ഞ ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം ബംഗ്ലാദേശിൽ നീങ്ങി. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം നീങ്ങി, അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ നിരോധനം നീങ്ങി. അങ്ങനെ എല്ലാം നീങ്ങിക്കഴിഞ്ഞ ശേഷം ബംഗ്ലാദേശിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒരു പഴം അവിടെ കയറിയിരിപ്പുണ്ട്. അയാളുടെ പേരാണ് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു തഞ്ചാവൂർ ബൊമ്മ ഉണ്ടായിരുന്നല്ലോ യുപിയുടെ സർക്കാരിൻ്റെ കാലത്ത്, മൻമോഹൻ സിംഗ്. അതിനെക്കാട്ടിലും വലിയ തഞ്ചാവൂർ ബൊമ്മയാണ് അതെന്നാണ് കേൾക്കുന്നത്. അവിടെയാണെങ്കിൽ ബംഗ്ലാദേശികൾ ഇപ്പോൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അൻസാർ മെമ്പർമാരും അവിടുത്തെ പാരാമിലിറ്ററി ഫോഴ്സാണ്. അത് കഴിഞ്ഞ് അപ്പുറത്തുള്ള ഒരു സ്റ്റുഡൻറ് ഫെഡറേഷൻ ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ എതിരായിട്ടുള്ള സ്റ്റുഡൻറ് ഫെഡറേഷൻ. ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടി പോലീസ് നോക്കി കാണാണ്. അൻസാർ മെമ്പർമാരുടെ അടി പട്ടപ്പെട്ടാന്ന് ഇവന്മാർ കൊള്ളുകയാണ് അവിടെയുള്ള ബംഗ്ലാദേശികളും. 1000 പേർക്കടക്കം പരിക്കേറ്റു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിനെ മുൻനിർത്തിക്കൊണ്ട് മമതാ ബാനർജി ഇന്ത്യ കത്തിക്കാൻ ഒരുങ്ങുകയാണോ എന്ന ചോദ്യമാണ് ഇവിടെ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും നോക്കണ്ട, അടിക്കൊരു മയവും കാണൂല. ഈ കശ്മീരിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ ഈ നോർത്ത് ഈസ്റ്റിൽ നരേന്ദ്രമോദി മണിപ്പൂരൊക്കെ സംഘർഷം നടക്കുമ്പോൾ അങ്ങോട്ട് പട്ടാളത്തെ അഴിച്ചു വിടാത്ത അവർക്ക് ഭരണഘടനാപരമായിട്ടുള്ള വലിയ രീതിയിലുള്ള സംരക്ഷണമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ആ സംരക്ഷണം എടുത്ത് കളഞ്ഞ് അത് നമ്മൾ നോർത്ത് ഈസ്റ്റ് ആ മണിപ്പൂരൊക്കെ നമുക്കൊന്ന് ശുദ്ധീകരിക്കണമെങ്കിൽ ഭരണഘടനയിൽ ഒരു ചെറിയ ഭേദഗതി വരുത്തണം. മനസ്സിലല്ലേ? അങ്ങനെ ഒരു കാര്യം ചെയ്യണം. അതുകൊണ്ടാണ് മോദി മിണ്ടായിരിക്കുന്നത്. പക്ഷേ കശ്മീർ കണ്ടല്ലോ, നീ മോദി തിരിച്ച് ഇപ്പോൾ സീറ്റൊക്കെ മോദിക്കൊന്ന് കുറഞ്ഞതുകൊണ്ട് മോദി തിരിച്ചൊരു ലോഞ്ചിന് എവിടെടാന്ന് പറഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഈ 6 ജില്ലകളിൽ റോഹിംഗ്യൻ മുസ്ലിംസ് കൈയടക്കിയിരിക്കുന്നുള്ള വാർത്തയൊക്കെ വരുന്നത് വെസ്റ്റ് ബംഗാളിൽ. അപ്പോൾ നരേന്ദ്രമോദി മമതാ ബാനർജി ഇങ്ങനെ കിടന്ന് കുന്തളിച്ചാൽ ഇവിടെ പട്ടാളത്തെ ഇറക്കും. അടിക്ക് ഒരു മയവും കാണില്ല എന്ന് മനസ്സിലാക്കണം. പോരാത്തതിന് അടിച്ചൊതുക്കും. മോദിയുടെ ഇമേജ് അങ്ങ് കയറിപ്പോകും. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് വായുമ്പത്തി മിണ്ടായിരുന്നു കേട്ടോ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് പറഞ്ഞു കൊടുക്കുക അവിടെ ആരുമില്ല. സുവേന്ദു അധികാരിയാണെങ്കിൽ മമതാ ബാനർജി എന്ത് പറഞ്ഞാലും അതിന് പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ, ഇത് ഏതുവരെ പോകും നമുക്കറിയാലോ എന്ന് പറഞ്ഞിരിക്കുകയും. അപ്പം എന്തായാലും ശരി.